ഹായ് സുഹൃത്തുക്കളെ, ഞാൻ സൺസണിൻ്റെ CPF 10,000 എന്ന ഒരു UV ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്തു. എൻ്റെ ആലപ്പുഴയിലുള്ള മാരാരി ബെല്ല കാസ എന്ന് പറയുന്നൊരു ഹോം സ്റ്റേ ആണിത്. അവിടെ ഒരു പോണ്ട് ഞാൻ വീടിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരാഴ്ചയോളം ഞാൻ ഒരു ടെസ്റ്റിന് വേണ്ടി ഒരു 50 തിലാപ്പിയ മേടിച്ചിട്ടു. അപ്പോഴത്തേക്ക് ആ വെള്ളം ബ്ലാക്ക് കളർ പോലെ ഏകദേശം ആയി തുടങ്ങി. അപ്പോഴാണ് പിന്നെ വെള്ളം ആൽഗ പിടിക്കാനും തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ലൈറ്റ് പ്രശ്നമാണ്, സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാനത് എൻ്റെ കൂട്ടുകാരനും വഴി അറിഞ്ഞതാണ് എന്നെപ്പോലെ ഈ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഇതിന് 20,000 രൂപയോളം ചിലവുണ്ട് എനിക്ക്. 10,000 ഒരു പമ്പ് വാങ്ങിച്ചു, ഈ ഒരു ടൈമറും പിന്നെ ഈ ഫിൽറ്ററും. പക്ഷേ അത് നോക്കാം എങ്ങനെയാണെന്നുള്ളതിൻ്റെ റിസൾട്ട് ഞാൻ പിന്നീട് കാണിക്കാം. ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ വെള്ളം ഫിൽറ്ററായി. അപ്പോൾ ഇതാണ് ആ ഫിൽറ്റർ. ഇതെന്ന് പറയുന്നത് അതിൻ്റെ പോണ്ടിൽ നിന്നുള്ള ഇന്നാണ്. ഇത് വെളിയിൽ ആ ഫിൽറ്ററിന് ശേഷം വെളിയിലേക്ക് പോകുന്നു. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആഴ്ചയിൽ നമുക്ക് ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് വാൽവ് തിരിച്ചു കൊടുക്കുക, പമ്പ് ഓണായിരിക്കുമ്പോൾ തന്നെ. എന്നിട്ട് തിരിച്ചു വെച്ചതിന് ശേഷം ആ ലിവർ ഇട്ട് ഒന്ന് കറക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ ഉള്ളിലുള്ള ഫിൽറ്ററിലുള്ള അഴുക്കുകളെല്ലാം കൂടെ ഇതുവഴി വെളിയിലേക്ക് പോകും. ഇത് നമുക്ക് പുറത്തേക്ക് കളയാവുന്നതാണ്. വല്ല ചെടികൾക്കോ ഒക്കെ ഉപയോഗിക്കാം ആ വെള്ളം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-50 തിലാപ്പിയുടെ കുഞ്ഞുങ്ങളും തിലാപ്പിയുടെ കുഞ്ഞുങ്ങൾ മാത്രമേ അതിനകത്ത് ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഇത് ഫിൽട്രേഷൻ എല്ലാം ചെയ്തതിന് ശേഷം ബാക്കി മീനെ ഇടാമെന്ന് ഓർത്താണ്. വെള്ളം കുറച്ചിട്ടിരിക്കുകയാണ്, കാരണം ഇതിൻ്റെ ഫിറ്റിംഗ് എല്ലാം വെച്ചപ്പോഴത്തേക്കും ഞാൻ വെള്ളം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് വെള്ളം കുറച്ചതാണ്. ഇതിപ്പം ഇച്ചിരി ഞാൻ അതിൻ്റെ ഔട്ട് ഇച്ചിരി പൊക്കി വെച്ചിരിക്കാൻ ജസ്റ്റ് ഒരു എയറേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ലൊരു ശബ്ദത്തിലാണ് ആ വെള്ളം വീഴുന്നത്. അപ്പോൾ ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്കത് പറയുന്നതൊന്നും കേൾക്കാൻ പറ്റാണ്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതിപ്പോൾ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. കുഞ്ഞു കുട്ടികളൊക്കെ വരുന്നതുകൊണ്ട് ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൺ ചെയ്യുന്നതൊക്കെ ഒരല്പം ബുദ്ധിമുട്ടാണ്. ഇത് ഞാനിപ്പോൾ 1 അവർ ടൈം ഇൻ്റർവെല്ലിലാണ് വെച്ചിരിക്കുന്നത്. 1 അവർ ഓണും 15 മിനിറ്റ് ഓഫ് എന്നുള്ള രീതിയിലാണ്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞുകൊണ്ട് അത്യാവശ്യം വെള്ളം നല്ലതുപോലെ റൊട്ടേറ്റ് ആകുന്നതുകൊണ്ട് ആ അഴുക്കുകളെല്ലാം കൂടെ ആ സെൻറ്ററിലോട്ട് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് ഫിൽറ്റർ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ഈ മുകളിൽ നിന്നുള്ള ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് മഴവെള്ളം ഒരു ചോർപ്പ് ആകൃതിയിലാണ് ഇതിൻ്റെ ടോപ്പ്. അപ്പോൾ ആ മഴവെള്ളം വന്ന് കളക്ട് ചെയ്തിട്ട് അത് വെളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം നിറയ്ക്കാനെടുക്കാൻ ഈ മഴവെള്ളം മാത്രം മതിയാവും. ഞാനിപ്പം വെള്ളം വറ്റിച്ചത് കൊണ്ട് ഇപ്പം നമ്മുടെ അവിടുന്ന് വരുന്ന പൈപ്പ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. ഡ്രെയിനേജ് പൈപ്പ് ഓപ്പൺ ചെയ്ത് വെള്ളിയിട്ടിരിക്കുക. അപ്പോൾ ഇനി അത് വെള്ളം അതിനകത്ത് നിറഞ്ഞോളും. നമുക്ക് ആവശ്യത്തിന് വെള്ളമായി കഴിഞ്ഞാൽ അതിനെടുത്ത് ആ മുകളിലുള്ള അടപ്പ് മാറ്റിക്കൊണ്ട് പുറത്ത് അങ്ങോട്ട് കണക്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയിലേക്ക് വയ്ക്കുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളം വേറെ സെപ്പറേറ്റ് അടിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇന്നലെ നല്ല ഡാർക്ക് കളറായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലിയറായി. ഇനിയിപ്പം 2 ദിവസം ഇത് ഓൺ ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് 24 hours ഓൺ ചെയ്യേണ്ട സാധനമാണ്. ഞാൻ ടൈം ഇൻ്റർവെല്ലിൽ കൊടുത്തതേ ഉള്ളൂ. പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വെള്ളം നല്ല കണ്ണീര് പോലെ ആകുമെന്നാണ് എൻ്റെ ആ സുഹൃത്ത് പറഞ്ഞത്. നോക്കിയിട്ട് എൻ്റെ അപ്ഡേഷൻ ഞാൻ അറിയിക്കാം. താങ്ക് യു.